Good morning, students. Today we are going to study a new chapter, Amigo Brothers by Perry Thomas. Perry Thomas was born in Harlem, New York, and Amigo Brothers is a story of a neighborhood fight between two boys. Perry Thomas the story Amigo Brothers in the it's a story of a fight between two friends. Two friends tammilulla oru fight inde story aanu Amigo Brothers. Okay, we can move to our chapter Amigo Brothers. Antonio Cruz and Felix Vargas were both 17 years old. They were so together in friendship that they felt themselves to be brothers. Antonio Cruz, Felix Vargas, they are the main characters in this story. They were both 17 years old. 17 years old, and both were together in friendship. So they were together and they felt themselves to be brothers. They are brothers. They had known each other since childhood. കുട്ടിക്കാലം മുതൽ രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് അറിയാം. Growing up on the lower east side of Manhattan in the same building. ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഒരുമിച്ച് വളർന്ന വലുതായവരാണ് അവർ. Antonio was fair, lean and lanky. Antonio വളരെ നീളം മെലിഞ്ഞ് നീണ്ട് വെളുത്ത ഒരു ചെറുപ്പക്കാരനാണ് എങ്കിൽ Felix was dark, short and husky. Felix ഇരുണ്ട നിറത്തിൽ വളരെ പൊക്കം കുറഞ്ഞ അതുപോലെ തന്നെ നല്ല സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു ആളാണ്. Antonio's hair was always falling over his eyes. Antonioയുടെ മുടിയുടെ പ്രത്യേകത it always falling over his eyes. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുകളിലേക്ക് വീണ് കിടക്കുമെങ്കിൽ Felix wore his black hair in a natural afro style. Felix's hair style is a natural afro style. Each youngsters had a dream of someday becoming a lightweight champion of the world. രണ്ട് സുഹൃത്തുക്കൾക്കും അവരുടെ മൈൻഡിൽ അവർ ചെറിഷ് ചെയ്തിരുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് they want to become a lightweight champion of the world. ലോക ചാമ്പ്യൻ ആവണം, lightweight ചാമ്പ്യൻ ആവണം എന്നൊരു സ്വപ്നവും ചെറിഷ് ചെയ്തുകൊണ്ടായിരുന്നു രണ്ടുപേരും ജീവിച്ചിരുന്നത്. Every chance they had, the boys worked out. കിട്ടുന്ന അവസരങ്ങളൊന്നും അവർ വേസ്റ്റ് ചെയ്യത്തില്ല. They worked out. Sometimes at the boys club and sometimes at the gym. ചിലപ്പോൾ ബോയ്സ് ക്ലബിലാണെങ്കിൽ ചിലപ്പോൾ ജിമ്മിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. Early morning sunrises would find them running along the east riverside, wrapped in sweatshirts and short towels around their necks. പ്രഭാതമാകുമ്പോൾ തന്നെ ഏർലി മോർണിംഗ് ആകുമ്പോൾ തന്നെ രണ്ടുപേരെയും ഈസ്റ്റ് റിവർ ഡ്രൈവിൽ ഓടിക്കിതച്ച് ശരീരമാസകലം വിയർപ്പ് നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. While some youngsters were into straight negatives, Antonio and Felix slept, ate, rapped and dreamt positive. മറ്റുള്ള ചെറുപ്പക്കാർ വളരെ നെഗറ്റീവായിട്ട് വെറുതെ തിന്നും കുടിച്ചും സമയം കഴിയുമ്പോൾ ഇവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. വളരെ പോസിറ്റീവായിട്ട് ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ബിറ്റ്വീൻ ദം ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ്. അവരുടെ കയ്യിൽ ഒരു കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ് ഉണ്ടായിരുന്നു. പ്ലസ് എ സ്ക്രാപ്പ് ബുക്ക് ഫിൽഡ് വിത്ത് ടോൺ ടിക്കറ്റ്സ് ടു എവറി ബോക്സിംഗ് മാച്ച് ദേ ഹാഡ് എവർ അറ്റൻഡഡ്. അതുപോലെ തന്നെ ഒരു സ്ക്രാപ്പ് ബുക്ക്, അതിൽ അവർ അറ്റൻഡ് ചെയ്ത അവർ എവിടെയൊക്കെ ബോക്സിംഗ് മാച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ടിക്കറ്റ്സും ഉണ്ടായിരുന്നു. ആൻഡ് സം ക്ലിപ്പിംഗ്സ് ഓഫ് ദെയർ ഓൺ. അതോടൊപ്പം കുറച്ച് ഫോട്ടോഗ്രാഫ്സ്, അവരുടെ തന്നെ ഫോട്ടോഗ്രാഫ്സും ഉൾപ്പെടുത്തിയിരുന്നു. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് they had been informed that they were to meet each other in the divisional finals that were scheduled for the 7th of August. പല മാച്ചസിന് ശേഷം അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു 7th ഓഗസ്റ്റിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫൈനൽസിൽ മത്സരിക്കേണ്ടത് ഇവർ തന്നെയാണ്. ഇവർ രണ്ടുപേരുമാണ്, അന്റോണിയോയും ഫെലിക്സുമാണ് മുഖാമുഖം മത്സരിക്കേണ്ടത്. 2 weeks away,
the winner to represent the boys club in the Golden Gloves Championship tournament. പിന്നീട് അതിൽ വിന്നർ ആകുന്നവർ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ അതിലകത്ത് അർഹരാകും. The two boys continue to run together along the East River Drive. രണ്ടുപേരും ഈസ്റ്റ് റിവർ ഡ്രൈവിലൂടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് അവരുടെ ജേർണി, യാത്ര തുടർന്നു. But even when joking with each other, they both sensed a wall rising between them. എന്നാൽ ഇവരിങ്ങനെ യാത്ര തുടരുന്ന സമയത്ത്, അവർ ജോക്ക് ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് മനസ്സിലാവുന്നു, എ വോൾ റൈസിംഗ് ബിറ്റ്വീൻ ദം, ഒരു മതിൽ അവരുടെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ടോ എന്നവർക്കൊരു സംശയം. വൺ മോർണിംഗ്, ലെസ് ദാൻ എ വീക്ക് ബിഫോർ ദെയർ ബൗട്ട്, ദേ മെറ്റ് ആസ് യൂഷ്വൽ ഫോർ ദ ഡെയിലി വർക്കൗട്ട്. ഒരു ദിവസം യൂഷ്വൽ ആയിട്ടുള്ള ഡെയിലി വർക്കൗട്ടിന് അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര തുടർന്നു. Antonio glanced at Felix, who kept his eyes purposely straight ahead. അന്റോണിയോ പതുക്കെ ഫെലിക്സിനെ ഒന്ന് നോക്കി. ഫെലിക്സ് മനഃപൂർവ്വം അവനെ നോക്കാതിരിക്കുകയാണ്. Pausing from time to do some fancy leg work while throwing one toes followed by uppercuts to one imaginary jaw. അവനവിടെ ഇമാജിനറി ജോ അല്ലെങ്കിൽ ഒരാൾ മുന്നിലുണ്ട് എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് ബൗട്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. After a mile or so, Felix puffed and said, 1-2 മൈലുകൾ യാത്ര തുടർന്നപ്പോൾ അല്ലെങ്കിൽ അവർ ജോഗ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഫെലിക്സ് ഒന്ന് പതുക്കെ ഒന്ന് പറഞ്ഞു, ലെറ്റ് സ്റ്റോപ്പ് എ വൈൽ ബ്രോ, നമുക്ക് അല്പസമയം ഒന്ന് നിന്നാലോ. ഐ ടുക്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ടു ഈച്ച് അതർ. എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടു പേർക്കും എന്തോ ഒരു കാര്യം പരസ്പരം സംസാരിക്കാനുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു മാറ്റർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. അന്റോണിയോ ഹെൽപ്ഡ്. അന്റോണിയോ പറഞ്ഞു, അതെങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് അബൌട്ട് അവർ ഫൈറ്റ്, റൈറ്റ്? അത് നമ്മുടെ ഫൈറ്റിനെ കുറിച്ചല്ലേ, ശരിയല്ലേ? യാ, റൈറ്റ്. ഫെലിക്സ് ഐസ് സ്ക്വിൻറ്റഡ് അറ്റ് ദ റൈസിംഗ് ഓറഞ്ച് സൺ. ഫെലിക്സ് പറഞ്ഞു, ശരിയാണ്, നമ്മുടെ ഫൈറ്റിനെ കുറിച്ച് തന്നെയാണ്. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഞാനും അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട്, സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മോർ മീ ആൻഡ് യു, ഐ ഹാവ് ബീൻ awake at night pulling punches on you, trying not to hurt you. ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ കിടക്കുമ്പോൾ ആലോചിക്കുന്ന നമ്മൾ തമ്മിൽ ഉള്ള മത്സരത്തെക്കുറിച്ചാണ്. നിന്നെ മുറിവേൽപ്പിക്കാതെ എങ്ങനെ നിന്നെ പഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് എപ്പോഴും ഓർമ്മിക്കുന്നത്. സെയിം ഹിയർ, ഇറ്റ് ഈസിൻറ്റ് നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. ഞാനും അങ്ങനെ തന്നെയാണ്. വളരെ നാച്ചുറലാണ് ആ ഒരു ഫൈറ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അത് നമുക്ക് സാധ്യമല്ല. ഐ മീൻ, we both are fighters. കാരണം നമ്മൾ രണ്ടുപേരും ഫൈറ്റേഴ്സ് ആണ്. we both are fighters. I mean, we both are fighters and we both want to win. മാത്രവുമല്ല, we both want to win. നമുക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹമുണ്ട്. എന്ത്? we want to win the Golden Gloves Championship വിൻ ചെയ്യണമെന്ന് നമുക്ക് രണ്ടുപേർക്കും ആഗ്രഹവുമുണ്ട്. there are no draws in the eliminations. എലിമിനേഷൻ റൗണ്ടിൽ ഡ്രോസ് ഇല്ല, സമനിലയില്ല. അവിടെ ഒരു വിന്നറെ പ്രഖ്യാപിക്കും. അപ്പം ഡ്രോസ് ഇല്ല. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ ജെന്റ്ലി ഓൺ ദ ഷോൾഡർ. ഫെലിക്സ് പതുക്കെ അന്റോണിയോയുടെ ഷോൾഡറിൽ പതുക്കെ ഒന്ന് തട്ടി. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ എം ബ്രാഗിങ് ബ്രോ, ബട്ട് ഐ വാണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. ഞാൻ പൊങ്ങച്ചം പറയുകയൊന്നുമല്ല, പക്ഷേ ഞാൻ തീർച്ചയായും വിൻ ചെയ്യും. ഫെലിക്സ് പറയുകയാണ്, എനിക്ക് വിൻ ചെയ്യണം. അന്റോണിയോ നോഡഡ് ക്വയറ്റ്ലി. വളരെ പതുക്കെ അന്റോണിയോ പറഞ്ഞു, യാ, we both know that in the ring the better man wins. നമുക്കറിയാം, റിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ വിൻ ചെയ്യുക തന്നെ ചെയ്യും. ഇറ്റ്സ് ഫെയർ, അതാണ് സത്യം. when we get into the ring it's got to be like we never met. നമ്മൾ റിങ്ങിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ പെരുമാറുന്നതാവാം ഒരു പക്ഷേ നല്ലത്. we got to be like two heavy strangers that want the same thing and only one can have it. നമുക്ക് രണ്ട് അപരിചിതരെ പോലെ, സ്ട്രേഞ്ചേഴ്സിനെ പോലെ പെരുമാറാം. ഒരേ ആഗ്രഹത്തോടു കൂടിയുള്ള, ഒരേ അംബീഷൻ അച്ചീവ് ചെയ്യാനുള്ള രണ്ട് സ്ട്രേഞ്ചേഴ്സ്. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഐ നോ. ടോണി സ്മൈൽഡ്. നോ പുള്ളിങ് പഞ്ചസ്, വി ഗോ ഓൾ ദ വേ. അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലേ? ഈ ഒരു ബോക്സിംഗ് മാച്ച് അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. യാ, ദാറ്റ്സ് റൈറ്റ്. ലിസൺ ടോണി, don't you think it's a good idea if we don't see each other until the day of the fight? വീണ്ടും ചോദിക്കുകയാണ്, നമുക്ക്
ആ ഫൈറ്റിൻ്റെ അന്ന് വരെ പരസ്പരം കാണാതിരുന്നാലോ, പരസ്പരം നമുക്ക് രണ്ടുപേർക്കും വേറെ വേറെ താമസിച്ചാലോ? ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ഓൺ ലൂസി ഇൻ ബ്രോങ്സ്. ഞാൻ എൻ്റെ ആൻറ്റി ലൂസിയുടെ കൂടെ താമസിക്കാനായിട്ട് ബ്രോങ്സിലേക്ക് പോകുന്നു. ടോണി സ്ക്രാച്ച്ഡ് ഹിസ് നോസ് പെൻസീവ്ലി. ടോണി ഒന്ന് ചിന്തിച്ചുകൊണ്ട് മൂക്കൊക്കെ ഒന്ന് തൂത്തു. യാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യുവർ ഹെഡ്സ്. അതായിരിക്കും നല്ലത്. ഹി ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ്, പാം അപ്വേർഡ്. ഡീൽ. രണ്ടുപേരും ഡീൽ ചെയ്യുകയാണ്. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഡീൽ ചെയ്യുന്നു. ഡീൽ. ഫെലിക്സ് ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. രണ്ടുപേരും കൈ കൊടുത്തു. റെഡി ഫോർ സം മോർ റണ്ണിങ്. ഇനി നമ്മൾ കൂടുതൽ ഓടുന്നുണ്ടോ? നമ്മുടെ ജോഗിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ടോണി ആസ്ക്ഡ് ലെയിൻലി. മടിച്ചാണ് ചോദിക്കുന്നത്. ഡിസാറ്റിസ്ഫാക്ഷനോടുകൂടി ചോദിക്കുകയാണ്. നോ ബ്രോ, ലെറ്റ്സ് കട്ട് ഇറ്റ് ഹിയർ. നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. യു ഗോൺ. നീ കണ്ടിന്യൂ ചെയ്തോ. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗെദർ ഇൻ മൈ ഹെഡ്. എനിക്ക് കാര്യങ്ങളെല്ലാം എൻ്റെ മൈൻഡിലേക്കൊന്ന് കൊണ്ടുവരണം. എനിക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്ത് വെക്കണം. യു ആർ ഇൻ വറീഡ് ആർ യു? ടോണി ആസ്ക്ഡ്. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നോ വേ മാൻ. ഏയ്, നോ പ്രോബ്ലം. ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ്സ് കൂളർ ഇഫ് വി സ്പ്ലിറ്റ് റൈറ്റ് ഹിയർ. നമുക്ക് ഇവിടെ വെച്ച് സെപ്പറേറ്റ് ആവുന്നതായിരിക്കും ഇത്തിരിയുടെ ബെറ്റർ. ആഫ്റ്റർ ദ ഫൈറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ടുഗെദർ അഗെയിൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻഡ്. ഇതിനുശേഷം, ഫൈറ്റിന് ശേഷം ഇതുവരെ ഒന്നും സംഭവിക്കാത്ത പോലെ നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ദ അമീഗോ ബ്രദേഴ്സ് വെയർ നോട്ട് അഷെയിംഡ് ടു ഹഗ് ഈച്ച് അതർ ടൈറ്റ്ലി. ആ രണ്ടുപേർക്കും പരസ്പരം ഹഗ് ചെയ്യാനായിട്ട് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. The evening before the big fight, Tony made his way to the roof of his building. ആ ബിഗ് ഫൈറ്റിന് ഈവനിങ് ടോണി നേരത്തെ തന്നെ വീട്ടിലേക്ക് കയറി. ഇൻ ദ ക്വൈറ്റ് ഏർലി ഡാർക്ക് ഹി പിയർഡ് ഓവർ ദ ലെഡ്ജ്. നേരത്തെ തന്നെ അദ്ദേഹം മുകളിൽ കയറി. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്. ഒരിക്കലും ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് അന്റോണിയോ ശ്രമിച്ചു. ഫീലിംഗ് ഹി ഹാഡ് സക്സീഡഡ് ഇൻ സെക്കിംഗ് ഹിസ് മൈൻഡ്. ഒരു തരത്തിൽ പ്രിപ്പയറിംഗ് ഹിസ് മൈൻഡ്, അല്ലേ, പ്രിപ്പയർ ചെയ്യുകയാണ്, മൈൻഡിനെ മെൻ്റലി പ്രിപ്പയർ ചെയ്യുകയാണ്. ബട്ട് ഒൺലി ഇൻ ദ റിംഗ്. വുഡ് ഹി റിയലി നോ? റിങ്ങിൽ എത്തിക്കഴിഞ്ഞ് മാത്രമേ അറിയത്തുള്ളൂ. ടു സ്പെയർ ഫെലിക്സ് ഹേർട്ട് ഹി വുഡ് ഹാവ് ടു നോക്ക് ഹിം ഔട്ട് ഏർലി ആൻഡ് ക്യൂക്ക്. ഫെലിക്സിനെ എത്രയും പെട്ടെന്ന് തന്നെ നോക്ക് ഔട്ട് ചെയ്യണം, ഡിഫീറ്റ് ചെയ്യണം. Up in the South Bronx, Felix decided to take in a movie in an effort to keep Antonio's face away from his fits. അന്റോണിയോയുടെ മുഖം തൻ്റെ മനസ്സിൽ നിന്ന്, തൻ്റെ മുഷ്ടിയുടെ മുൻപിൽ നിന്ന് മറയ്ക്കാനായിട്ട് ബ്രോങ്സിൽ ഫെലിക്സ് എന്ത് ചെയ്തു? ഫെലിക്സ് ഒരു ഫിലിം കാണാൻ പോകാനായിട്ട് തീരുമാനിച്ചു. ദ ഫ്ലിക് വാസ് ദ ചാമ്പ്യൻ വിത്ത് കീക്ക് ഡഗ്ലസ്. കീക്ക് ഡഗ്ലസിൻ്റെ ദ ചാമ്പ്യൻ എന്ന ഫിലിം ആണ് കാണാൻ പോയത്. ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. ചാമ്പ്യന് വീണ്ടും വീണ്ടും ബീറ്റിങ്സ്, അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫെലിക്സ് ഫെൽറ്റ് എ ഷോക്ക്. ഫെലിക്സിന് ഒരു വലിയ ഷോക്ക് തോന്നി. കാരണം അവൻ്റെ മുഖം മറയ്ക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ ഇത് കണ്ടപ്പോൾ അവനെ ഓർമ്മിക്കുന്നു. ഹീ സോ ഹിംസെൽഫ് ഇൻ ദ റിംഗ് ബ്ലാസ്റ്റിംഗ് അന്റോണിയോ അഗെയിൻസ്റ്റ് ദ റോബ്സ്. അന്റോണിയോയും ഫെലിക്സുമായിട്ട് ആ സിനിമയിൽ അദ്ദേഹത്തിന് തോന്നി. അവന് അന്റോണിയോയ്ക്ക് നല്ല പഞ്ചസ് കൊടുക്കുന്നു. He walked up some dark streets, deserted except for small pockets of wary-looking kids wearing gang colors. അവൻ ആ സ്ട്രീറ്റിലൂടെ കുറേ നേരം നടന്നു. ആകെ അവിടെയുള്ളത് കുറച്ച് കുട്ടികൾ മാത്രം, അവർ മാത്രം അവിടെ അതിലൂടെയൊക്കെ നടക്കുന്നു. വാക്കിംഗ് ദ സ്ട്രീറ്റ്സ് ഹാഡ് നോട്ട് റിലാക്സ്ഡ് ഹിം. സ്ട്രീറ്റിലൂടെയുള്ള നടത്തം അവന് യാതൊരു തരത്തിലുള്ള ആശ്വാസവും കൊടുത്തില്ല. നെയ്തർ ഹാഡ് ദ ഫൈറ്റ് ഫ്ലിക്. എന്നാൽ ഒരാശ്വാസത്തിന് വേണ്ടിയാണ് ഫിലിമിന് പോയത്. അതും അവന് ഒട്ടും ആശ്വാസദായകമായിരുന്നില്ല. ഓൾ ഇറ്റ് ഹാഡ് ഡൺ വാസ് ടു സ്റ്റീർ ഹിം അപ്പ്. മാത്രമല്ല ഇറ്റ് ഇൻക്രീസ്ഡ് ഹിസ് ടെൻഷൻ. ഈ കണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ടെൻഷൻ ഇൻക്രീസ് ചെയ്തു. ഹി ലെറ്റ് ഹിംസെൽഫ് ക്വയറ്റ്ലി ഇൻ ടു ഹിസ് ഓൺട്ട് ലൂസീസ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് വെൻ സ്ട്രെയിറ്റ് ടു ബെഡ്. പെട്ടെന്ന് തന്നെ ഓൺ ലൂസിയുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി സ്ട്രെയിറ്റ് ആയിട്ട് ബെഡിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കയറി കിടന്നു. അന്റോണിയോ വാസ് പാസിംഗ് സം ഹെവി ടൈം ഓൺ ഹിസ് റൂഫ് ടോപ്പ്. അന്റോണിയോയും അവിടെ വളരെ ഹെവി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. സമയം കടന്നു പോകുന്നില്ല. ഹി വുഡ് ദ ഫൈറ്റ് ടുമോറോ അഫക്റ്റ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫെലിക്സ്. അവൻ ഓർക്കുകയാണ്, നാളത്തെ മത്സരം ഫെലിക്സുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കുമോ? ആഫ്റ്റർ ഓൾ ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. ഫൈറ്റിംഗ് മറ്റേതെങ്കിലും ഒരു പ്രൊഫഷൻ പോലെ തന്നെയാണ്. ഇറ്റ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ.
ഫ്രണ്ട്ഷിപ്പ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. പ്രൊഫഷനും ഫ്രണ്ട്ഷിപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് പ്രൊഫഷൻ ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ബട്ട് എ നോയിങ് ഡൗട്ട് ക്രപ്റ്റ് ഇൻ. പക്ഷേ മനസ്സിലേക്ക് ഒരു സംശയം വരികയാണ്. He could negative thinking really cute by doing some speedy fancy dance steps. കുറച്ച് ഫാൻസി ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ കളിച്ചുകൊണ്ട് ആ ഒരു ഇമോഷനെ ഒന്ന് മറയ്ക്കാനായിട്ട് ശ്രമിച്ചു. ഫെലിക്സ്, ഹിസ് അമീഗോ ബ്രദർ, വാസ് നോട്ട് ഗോയിങ് ടു ബി ഫെലിക്സ് അറ്റ് ഓൾ ഇൻ ദ റിംഗ്. റിങ്ങിൽ എത്തിക്കഴിയുമ്പോൾ തൻ്റെ സൗഹൃദ സഹോദരനായ ഫെലിക്സ് ഒരു എനിമിയെ പോലെയാണ് അല്ലേ, എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിച്ചേ പറ്റൂ. അന്റോണിയോ വെന്റ് ടു സ്ലീപ്പ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അന്റോണിയോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ലൈക്ക് ഹിസ് ഫ്രണ്ട്, ഹി പ്രേഡ് ഫോർ വിക്ടറി ബൈ എ ക്വൈറ്റ് ക്ലീൻ നോക്കൌട്ട് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒരു ക്ലിയർ വിക്ടറി അദ്ദേഹവും ആഗ്രഹിച്ചു. ലാർജ് പോസ്റ്റേഴ്സ് plastered all over the walls of local shops announced the fight between Antonio Cruz and Felix Vargas as the main bout. അവിടെ മതിലുകളിലെല്ലാം അന്റോണിയോയും ഫെലിക്സും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചുള്ള പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു. ഫെലിക്സ് വർഗാസ് as the main bout. Fight had created great interest the neighborhood. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു മത്സരമായതുകൊണ്ട് തന്നെ, ഇവര് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ ബ്രദേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് ആ നെയ്ബർഹുഡിൽ അവിടെ മൊത്തം എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. അന്റോണിയോ ആൻഡ് ഫെലിക്സ് വെയർ വെൽ ലൈക്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. രണ്ടുപേരെയും അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടമാണ്, അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നു അവർ. ഈച്ച് ഹാഡ് ഹിസ് ഓൺ ഫോളോവേഴ്സ്. രണ്ടുപേർക്കും അവരുടേതായ ഫോളോയിങ്സും ഉണ്ട്. ദ ഫൈറ്റ് വാസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ടോംകിൻ സ്ക്വയർ പാർക്ക്. ടോംകിൻ സ്ക്വയർ പാർക്കിലാണ് ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് നടക്കുന്നത് ടോംകിൻ സ്ക്വയർ പാർക്കിലാണ്. ദ മോർണിംഗ് ഓഫ് ദ ഫൈറ്റ് ടോംകിൻ സ്ക്വയർ വാസ് a beehive of activities with numerous workers setting up the ring, the seats and the guest speaker stand. ഓരോരോ പണികളിലാണ്. ബീഹൈവ് പോലെ, തേനീച്ച കൂട് പോലെയായി പെട്ടെന്ന് തന്നെ ടോംകിൻ സ്ക്വയർ പാർക്ക് ഓരോരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. റിംഗ് അറേഞ്ച് ചെയ്യുന്നു, സീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നു, ഗസ്റ്റിന് സംസാരിക്കാനുള്ള സ്റ്റാൻഡ് അറേഞ്ച് ചെയ്യുന്നു. The scheduled bouts began shortly after noon and the park had begun filling up even earlier. വൈകുന്നേരം പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം മത്സരം തുടങ്ങും. പക്ഷേ പതിവിലും നേരത്തെ തന്നെ അവിടെ ആൾക്കാർ വന്നുകൂടി. The waiting time was over. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സമയം ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഫെലിക്സ് വാസ് escorted from the classroom by the dozen fans in white t-shirts. വൈറ്റ് ടീഷർട്ടിലുള്ള ഒരു ഡസൻ ഫാൻസിൻ്റെ കൂടെയാണ് ഫെലിക്സിന് ഇങ്ങോട്ട് കടന്നു വന്നത്. ഫെലിക്സ് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ കൂടെയാണ്. അന്റോണിയോ വാസ് escorted down different stairwell and guided through a roped off path. അന്റോണിയോയും അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ കൂടെ കയറ് കൊണ്ട് കെട്ടിയ ഒരു വഴിയിലൂടെ കടന്നു വരുന്നു. As the two climbed into the ring, the crowd exploded with a roar. രണ്ടുപേരും റിങ്ങിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ആ ക്രൗഡ് ആകാംക്ഷയോടുകൂടി അലറുകയാണ്, ഉച്ചത്തിൽ ജയ് വിളികൾ. അന്റോണിയോ ആൻഡ് ഫെലിക്സ് ബോത്ത് bowed gracefully and then raised their arms in acknowledgement. രണ്ടുപേരും തലകുനിച്ച് പരസ്പരം അഭിവാദ്യം ചെയ്തു, രണ്ടുപേരും വിഷ് ചെയ്തു. അന്റോണിയോ tried to be cool. വളരെ ശാന്തനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്റോണിയോ. He turned slowly to meet Felix's eyes, looking directly into his. വളരെ ശാന്തനാകാൻ ശ്രമിച്ചുകൊണ്ട് ഫെലിക്സിനെ നോക്കി. ഫെലിക്സ് nodded his head and Antonio responded. രണ്ടുപേരും തലകുലുക്കി. ബോങ് ബോങ് ബോങ്, ഈ ഫൈറ്റ് തുടങ്ങാനുള്ള ശബ്ദമാണ്, അതിൻ്റെ ബെൽ റിങ് ചെയ്തു. ദ റോർ ടേൺ ടു സ്റ്റിൽനെസ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി അലറി വിളിച്ചുകൊണ്ടിരുന്നത് വളരെ നിശ്ചലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ അനൗൺസർ സ്പോക്ക് സ്ലോലി. വളരെ പതുക്കെ അനൗൺസർ തുടങ്ങി. Now is the movement we have all waiting for, the main event between two fine young Puerto Rican fighters. Ladies and gentlemen എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുകയാണ്. നമ്മൾ ഇതുവരെ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന സമയം സമാഗതമായിരിക്കുന്നു, ഫൈറ്റ് തുടങ്ങാറായിരിക്കുന്നു. In this corner, weighing 134 pounds, ഫെലിക്സ് വർഗാസ്. ഒരു സൈഡിൽ നിൽക്കുന്നു 134 പൗണ്ട് ഭാരവുമായി ഫെലിക്സ് വർഗാസ്. And in this corner, next cornerൽ weighing
133 pounds Antonio Cruz. 133 pound ഭാരവുമായി Antonio Cruz. The winner will represent the boys club in the tournament of champions, the Golden Gloves. ഇതിൽ വിജയിക്കുന്നവരാണ് ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. There will be no draw. May the best man win. സമനിലയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വ്യക്തിയാണ് ജയിക്കാൻ പോകുന്ന അനൗൺസ്മെന്റ് ഇത്രയും പറഞ്ഞു നിർത്തിയാണ്. 134 പൗണ്ട് ഭാരമുള്ള ഫെലിക്സും 133 പൗണ്ട് ഭാരമുള്ള അന്റോണിയോയും തമ്മിലുള്ള മത്സരമാണ്. ഇതിലെ വിന്നറാണ് ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. The cheering of the crowd shook the window panes of the old buildings surrounding Tompkins Square Park. എല്ലാവരും ആവേശം കൊണ്ട് ആർത്തു വിളിച്ചു. അവരുടെ ആർത്തുവിളി അല്ലെങ്കിൽ ആർപ്പുവിളികൾ ആ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ വിൻഡോ പെയിൻസിനെ പോലും ജനാലകളെ പോലും പിടിച്ചുലച്ചു. At the center of the ring, the referee was giving instructions to the youngsters. യങ്സ്റ്റേഴ്സിന് ഇൻസ്ട്രക്ഷൻസും കൊടുത്തുകൊണ്ട് റെഫറി മധ്യത്തിലായിട്ട് തന്നെ നിൽപ്പുണ്ട്. Keep your punches up. Now, no low blows. പഞ്ചസ് മുകളിൽ തന്നെ ആയിരിക്കണം. ലോ ബ്ലോസ് ഒന്നും അനുവദിക്കുന്നതല്ല. നോ പഞ്ചിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹെഡ്. തലയുടെ പിറകിലായിട്ട് പഞ്ച് ചെയ്യാൻ പാടില്ല. കീപ് യുവർ ഹെഡ്സ് അപ്പ്. തല എപ്പോഴും ഉയർത്തി വെച്ചിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഇതൊക്കെയാണ് അദ്ദേഹം സജഷൻസ് കൊടുക്കുന്നത്. ലെറ്റ്സ് ഹാവ് എ ക്ലീൻ ഫൈറ്റ്. അദ്ദേഹം പറഞ്ഞു ഒരു ക്ലീൻ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് നമുക്ക് ആവണം. നൗ ഷേക്ക് ഹാൻഡ്സ് ആൻഡ് കം ഔട്ട് ഫൈറ്റിംഗ്. ഇനി നമുക്ക് പതുക്കെ ഫൈറ്റിങ്ങിലേക്ക് വരാം. ബോത്ത് യങ്സ്റ്റേഴ്സ് ടച്ച്ഡ് ഗ്ലോവ്സ് ആൻഡ് നോഡഡ്. രണ്ടുപേരും ഗ്ലോവ്സ് ഒക്കെ ടച്ച് ചെയ്തു. എന്നിട്ട് പതുക്കെ ഫൈറ്റിങ്ങിലേക്ക് വരികയാണ്. ദേ ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് ക്വിക്ലി ടു ദെയർ കോർണേഴ്സ്. രണ്ടുപേരുടെയും കോർണേഴ്സിൽ അവർ ബോക്സിംഗ് മാച്ച് എന്താ പതുക്കെ പതുക്കെ ഇങ്ങനെ വരുന്നു. ബോങ് ബോങ് റൗണ്ട് 1 ഫസ്റ്റ് റൗണ്ടാണ്. ഫെലിക്സ് ആൻഡ് അന്റോണിയോ ടേൺഡ് and faced each other squarely in the fighting pose. രണ്ടുപേരും പരസ്പരം മുഖം നോക്കി ഫൈറ്റിംഗ് പോസിലാണ്. ഫെലിക്സ് wasted no time. ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യുന്നില്ല ഫെലിക്സ്. He came in fast. വളരെ വേഗത്തിൽ ഫെലിക്സ് കടന്നു വന്നു. Head low, half hunched towards his right shoulder. റൈറ്റ് ഷോൾഡറിലേക്ക് തല കുനിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നു. And lashed out with a straight left. ഇടതുവശം നോക്കി ഒറ്റയിടി. He missed a right cross as Antonio slipped the punch and countered with 3 lefts that snapped Felix's head back. പക്ഷെ അത് മിസ് ചെയ്തു. ഫെലിക്സിന്റെ തലക്കിട്ട് ഒരു ഇടി കിട്ടി. And sending a mild shock coursing through him. അതൊരു വലിയ ഷോക്കായി പോയി അദ്ദേഹത്തിന്. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഈ ഫൈറ്റ് എന്തെങ്കിലും തരത്തിൽ അഫക്റ്റ് ചെയ്യുമോ എന്നൊരു ചെറിയ സംശയമെങ്കിലും ഫെലിക്സിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിമിഷം അത് ഇല്ലാതെയായി. ഓക്കെ, ഇത്രയുമാണ് കഥ. നമുക്ക് ഇവിടെ പതുക്കെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഇത് രണ്ട് ഫ്രണ്ട്സിൻ്റെ, രണ്ട് സൗഹൃദ സഹോദരന്മാരുടെ, അമീഗോ ബ്രദേഴ്സിൻ്റെ സ്റ്റോറിയാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ പിയറി തോമസ് ആൻഡ് ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് 2 amigos. ഇത് ഒരു ഫൈറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. രണ്ട് ഫ്രണ്ട്സും തമ്മിൽ ഒരു ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും മത്സരത്തിൽ പങ്കെടുക്കുന്നു. അതിനായിട്ട് രണ്ടുപേരും കുറച്ച് ദിവസം പരസ്പരം കാണാതെ മാറി നിൽക്കുന്നു. അതിനുശേഷം അവർ ഫൈറ്റിംഗ് റിങ്ങിൽ ഒരുമിച്ച് വരികയും രണ്ടുപേരും പരസ്പരം സ്ട്രേഞ്ചേഴ്സിനെ പോലെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു. വിൽ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്.